ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നുവോ അത് മാത്രം, അല്ലെങ്കിൽ പലിശ സഹിതമോ തിരികെ കിട്ടുകയുള്ളൂ. അതായത് ഏത് പ്രവർത്തനത്തിനും ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന്, സൂര്യൻ കത്തിജ്വലിക്കണമെങ്കിൽ അതിന് ഹൈഡ്രജൻ ഇൻപുട്ട് വേണം. ഒരു വാഹനം ഓടിക്കണമെങ്കിൽ ഇൻപുട്ടായി ഇന്ധനം നിറക്കണം. ഒരു ക്ലോക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഇൻപുട്ടായി ബാറ്ററി അല്ലെങ്കിൽ കീ കൊടുക്കണം. ഇതുപോലെയാണ് ജീവിതവും. നമ്മൾ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുവോ അത് മാത്രം, അല്ലെങ്കിൽ അല്പം കൂടുതൽ കിട്ടുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ നമ്മൾ എന്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. ജീവിത വിജയത്തിന് ചില പാഠങ്ങൾ കൂടി ഞാൻ പറയാം. നിങ്ങളുടെ സൗന്ദര്യം, നിറം, ഉയരം ഇവയൊക്കെ വിജയത്തിന് 1%. ബാക്കി 99% നിങ്ങളുടെ കഠിനാധ്വാനമാണ്. എല്ലാം സുഖപ്പെടുത്തുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സമയമാണ്. സമയം പാഴാക്കിയാൽ വളരെയധികം കഷ്ടപ്പെടും. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. റിസ്ക് എടുക്കാതെ ഇരിക്കുകയും കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ജീവിതം ദുരിതപൂർണമാകും. മറ്റുള്ളവരുടെ ഉപദേശം ചെവി കൊണ്ടാൽ നിങ്ങളുടെ ശരിയായ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കും. ഒരിക്കലും പണത്തിനായി പ്രവർത്തിക്കരുത്. നിങ്ങളുടെ അഭിനിവേശത്തിനായി പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളിലും പരാതിപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല. പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് പണത്തിനെ കുറിച്ചാണ്. അത് ഇച്ചിരി പേഴ്സണലായിട്ട് ഒരു കാര്യം പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, പണം അടികാണാത്ത സമുദ്രമാണ്. അഭിമാനം, സത്യം, മനസാക്ഷി എന്നിവ അതിൽ മുങ്ങിപ്പോകുന്നു. അത്യാഗ്രഹിക്ക് ഒരിക്കലും പണമില്ല. ബുദ്ധിമാന്മാരുടെ ഹൃദയത്തിലല്ല, കയ്യിലാണ് പണം. പണം നല്ല സേവകനാണ്, നല്ല യജമാനനല്ല. പണം അതുള്ളവരുടേതല്ല, അത് അനുഭവിക്കുന്നവരുടേതാണ്. പണം സംസാരിക്കുമ്പോൾ സത്യം മൗനമാകുന്നു. പണമില്ലായ്മയാണ് തിന്മകളുടെ എല്ലാം കാരണം. പണക്കാരന് കടം വീട്ടലിന് സുഖം ലഭിക്കില്ല. 30 വയസ്സിന് മുൻപ് നാം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. പണത്തിന് നാം വിചാരിക്കും പോലെ വലിയ റോളില്ല. പണമല്ല എല്ലാം. ശരീരത്തെയും ആരോഗ്യത്തെയും വേണ്ട പോലെ ശ്രദ്ധിക്കുക. തോൽവികൾ എപ്പോഴും നല്ലതിനാണ്. മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല, സ്വന്തം ഉൾവിളികൾക്കാണ് കാതോർക്കേണ്ടത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ആത്മാർത്ഥതയോടെ ചെയ്യുക. ഫലം പുറകെ വരും. ജീവിതത്തിനോട് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാടാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. എനിക്കറിയാം, നിങ്ങൾ ഇത്രയും കാലത്തിനിടെ ഒരുപാട് തവണകളായിട്ട് കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെയായിരിക്കും ഇത്. പക്ഷേ നമ്മൾ ഇത്തവണ മാറ്റിപ്പിടിക്കുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ഗായ്സ്.